വസല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ആരും സത്യവിശ്വാസികളാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് അവന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഞാൻ ഏറ്റവും പ്രിയങ്കരനാകണം. ആരെക്കാൾ? മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വഉൽദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, ആകാശഭൂമിയിലുള്ള സർവ്വ സൃഷ്ടികളെക്കാളും, സർവ്വ മനുഷ്യരെക്കാളും, സർവ്വ സൃഷ്ടികളെക്കാളും ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. പ്രവാചകൻ കാട്ടിത്തന്ന സർവ്വ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. ലോകത്തൊരാളും നഖം മുറിക്കാൻ പോകുന്ന സമയത്ത് അതിൽ തന്റെ നേതാവിന്റെ അധ്യാപനം നോക്കൂല. ആരെങ്കിലും നോക്കൂ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നഖം മുറിക്കാൻ പോകുമ്പോൾ പോലും നഖം മുറിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം നഖം മുറിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അത് തന്നെ വെള്ളിയാഴ്ചയാകുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതൊക്കെ ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളിലും രാവിലെ നഖം മുറിക്കുന്നവരാണ്. മറ്റെന്തൊക്കെ തിരക്കുണ്ടായാലും നഖം മുറിക്കാൻ നോക്കാം. ആ നഖം മുറിക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആദ്യം വലത് കൈയുടെ ചൂണ്ടുവിരലിൽ നഖം മുറിക്കണം, അത് കഴിഞ്ഞെടുത്ത വിരൽ, അത് കഴിഞ്ഞെടുത്ത വിരൽ, അത് കഴിഞ്ഞെടുത്ത വിരൽ, പിന്നീട് തള്ളവിരൽ, എന്നിട്ട് ഇടത് കൈയുടെ ചെറിയ വിരൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഏറ്റവും അവസാനം ഇടത് കൈയുടെ തള്ളവിരൽ. ഇങ്ങനെയാണ് കൈയുടെ നഖം മുറിക്കേണ്ടത്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ നഖം മുറിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതുകൊണ്ട് നഖം മുറിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. കാലെടുത്ത് ബാത്റൂമിലേക്ക് വെക്കുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടതുകാല് വെച്ചാണ് കയറുന്നത്. ഒരാളും മനഃപൂർവ്വം വലതുകാല് വെച്ച് കയറൂല. മനഃപൂർവ്വം കയറുമെങ്കിൽ അത് ഇടതുകാല് വെച്ചാൽ കയറല്ലേ. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണമെന്ന്. ഈ ഇരിക്കുന്ന ഒരാളും വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കുടിക്കില്ല, മനഃപൂർവ്വം ഇടത് കൈ കൊണ്ട് കുടിക്കില്ല. മനഃപൂർവ്വം കുടിക്കുമെങ്കിൽ അത് വലത് കൈയിൽ പിടിച്ചിട്ടാ കുടിക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ് ധർമ്മം ചെയ്യേണ്ടത്, വലത് കൈ കൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വലത് കൈ കൊണ്ടാണ് ഇത് ചെയ്യുക. ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ കുടുംബത്തിന്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നവർ, ഭാര്യയുമായിട്ടുള്ള ബന്ധം ചിട്ടപ്പെടുത്തുന്നവർ, മക്കളുമായിട്ടുള്ള ബന്ധം ചിട്ടപ്പെടുത്തുന്നവർ, സമൂഹവുമായിട്ടുള്ള ബന്ധം ചിട്ടപ്പെടുത്തുന്നവർ, രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം ചിട്ടപ്പെടുത്തുന്നവർ, നഖം മുറിക്കുന്ന ചെറിയ കാര്യം മുതൽ തുപ്പുന്ന കാര്യത്തിൽ പോലും മനഃപൂർവ്വം വലതുഭാഗത്തേക്ക് ഒരു വിശ്വാസി തുപ്പില്ല. കാരണം പ്രവാചകൻ